ഹലോ കൂട്ടുകാരെ, ഇതുകൊണ്ട് വിങ്ക റോസ് ഹൈബ്രിഡ് വിങ്ക റോസാണ്. ഈ വിങ്ക റോസ് നമുക്ക് ചട്ടി നട്ടിട്ട് നല്ലപോലെ ഇച്ചിരി വളർന്നു കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് നിർത്തിയ ധാരാളം പൂക്കളുണ്ടാവും. ഉലുവ വെള്ളം വളമായിട്ട് കൊടുത്താൽ മതി, കേടുണ്ടാകുകയില്ല. നിറയെ പൂക്കളുണ്ടാവും. നല്ലപോലെ വെയിലത്ത് വെക്കണം. വെയിലത്ത് വെക്കുമ്പോൾ നിറയെ പൂക്കളുണ്ടാവും. കണ്ടോ, വിങ്ക റോസ് നല്ല കളറല്ലേ. ഉലുവ വെള്ളത്തിലിട്ടിട്ട് ആ ഉലുവ വെള്ളം അതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം, ചുവട്ടിലൊഴിക്കുകയും ചെയ്യാം. ഉലുവയും ചുവട്ടിലിടുക, എന്നിട്ട് കേടൊന്നും ഉണ്ടാകുകയില്ല. ഉലുവയുടെ മണം കൊണ്ട് ഒരു പുഴുവും വരികയില്ല, ഒരു കീടവും വരികയില്ല. കണ്ടോ, നിറയെ പൂവുണ്ടാവും. നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയാൽ മതി. എന്നിട്ട് വെയിലത്ത് വെക്കണേ. കണ്ടോ, നല്ല രസമല്ലേ കാണാൻ. ധാരാളം പൂക്കളുണ്ടാവും. പിന്നെയും വളർന്നു കഴിയുമ്പോൾ പിന്നെ അഗ്രഭാഗം ഞുള്ളിക്കളയുക. എല്ലാം ലെവലായിട്ട് ഞുള്ളിക്കളയുക. അപ്പോൾ നല്ല നിറയെ പൂക്കളുണ്ടാവും. വിങ്ക റോസ് കണ്ടോ, ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്ന കാണാൻ നല്ല രസമല്ലേ. നിലത്ത് നിൽക്കും പടർന്നു പോയത്. ചട്ടി നട്ടിട്ട് ഇച്ചിരി വളർന്നു കഴിയുമ്പോൾ ഞുള്ളിക്കളയുക. കൂമ്പെല്ലാം ഞുള്ളിക്കളയുക. കട്ട് ചെയ്ത് നിർത്തിയ വെയിലത്ത് വെക്കുക. വെയിലുണ്ടെങ്കിൽ നല്ലപോലെ നിറയെ പൂക്കൾ വരും. പൂക്കളൊന്നും വളമിട്ടില്ലെങ്കിലും നല്ലപോലെ പൂ തരുവേ. ഞാനിവിടെ കേടൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഉലുവ വെള്ളം സ്പ്രേയും ചെയ്യും, ചുവട്ടിലൊഴിക്കും. ഉലുവ ചുവട്ടിലിട്ടാൽ മതി. അപ്പം മണം കൊണ്ടൊന്നും ഒരു കീടും വരിക. ഇത് രാത്രി എടുത്ത പോട്ടാണ്. നല്ല ഭംഗിയുണ്ട്. ഹൈബ്രിഡ് വിങ്ക റോസ് കാണാൻ നല്ല തിളക്കമാണ്. ഇതിന് ഒത്തിരി വിത്തുണ്ടാവും. അപ്പം നമ്മൾ നട്ടില്ലേലും മണ്ണിൽ ഇത് വിത്ത് വീണിട്ട് ഉണ്ടാകും. കട്ട് ചെയ്ത് നിർത്തിയാൽ നല്ല രസമാണ്. ഒരു സ്പൂൺ ഉലുവ വെള്ളത്തിൽ ഇട്ടാൽ മതി. എന്നിട്ട് ആ വെള്ളം ഒഴിക്കുകയും തളിച്ച് കൊടുക്കുകയും ചെയ്താൽ മതി. നല്ല കളറല്ലേ കൂട്ടുകാരെ. നല്ലപോലെ ഉണ്ടാവും വെയിൽ വന്ന്. പുഷിയായിട്ട് നിൽക്കുന്ന കണ്ടോ. നമ്മുടെ വീട്ടിലുള്ള വളമല്ലേ ഉലുവാക്ക് ഒഴിച്ചാൽ മതി. ഉലുവ വെള്ളം കളർ നല്ല